ഒരു സംഘടനാ ദൗർബല്യം എന്ന നിലയിൽ ഒരു ദേശവ്യാപക ശ്രദ്ധ ഉയർത്താൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞിട്ടില്ലേ? അത് കോൺഗ്രസ് ഗൗരവത്തിലെടുക്കുന്നുണ്ടോ? മനു, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ തീരുമാനങ്ങളെല്ലാം മുമ്പ് എടുത്തിരുന്നത് അന്ന് കോൺഗ്രസിന്റെ ശക്തി ആലോചിക്കണം. കോൺഗ്രസിന് അമ്മാതിരി ശക്തി ഇന്ത്യയിലാകമാനം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ ഭരിച്ചിരുന്ന ഇന്ത്യയിലെ 1-ാം നമ്പർ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അന്ന് കോൺഗ്രസിന് അങ്ങനെയൊക്കെ തീരുമാനമെടുക്കാൻ യാതൊരു മടിയുമില്ലായിരുന്നു, തീരുമാനമെടുത്ത്. പക്ഷേ അങ്ങനെയൊക്കെ തീരുമാനമെടുത്തതിൻ്റെ കൂടി ഫലമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോയത് എന്നതുകൂടി ആലോചിക്കണം. അത്തരം തീരുമാനങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ ആരൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടോ? കെ കരുണാകരനെ പോലെ ഒരു നേതാവ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന ഘട്ടമുണ്ടായപ്പോൾ ആ കരുണാകരനെ നിഷ്കരണം തള്ളിക്കളയാൻ ഒരു കാലത്ത് കെ കരുണാകരൻ പറയുന്നതായിരുന്നു, പണ്ടൊക്കെ കോൺഗ്രസിന്റെ രീതി എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ ഒരു നേതാവ്, ആ നേതാവിന് പൂർണ്ണമായി എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുക, അയാളുടെ സ്വാതന്ത്ര്യത്തിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക, അയാളുടെ രീതി അനുസരിച്ച് പോകുക, അതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് പോകുക. പക്ഷേ എപ്പോഴെങ്കിലും അയാൾ ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന ഘട്ടം വന്നാൽ പൂർണ്ണമായി അവരെ തള്ളിക്കളയുക. അത്തരമൊരു നിലപാടാണ് കരുണാകരനൊക്കെ പാർട്ടിക്ക് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിശ്ചയിച്ച ആളാണ് കെ കരുണാകരൻ. കരുണാകരന്റെ ഇടപെടലൊക്കെ അതിൽ ഏറ്റവും നിർണായകമായിരുന്നു നരസിംഹറാവുവിനെ. അതേ നരസിംഹറാവു തന്നെ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ എല്ലാ കാലത്തെയും രീതി അങ്ങനെയാണ്. ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ നിന്നാൽ അവിടെ നഷ്ടങ്ങൾ നോക്കാതെ അതിനെതിരെ നിലപാട് സ്വീകരിക്കും. പക്ഷേ ഇപ്പോൾ കേരളത്തിന്റെ ഒരു ഘടകത്തിൽ ഇന്ത്യയിലാകമാനം ഇന്നിപ്പോൾ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത് കേരളത്തിന്റെ ഒരു ശക്തി കൊണ്ടുകൂടിയാണ്. കേരളം ഒരു നിർണായകമായ സംസ്ഥാനമാണ്. 20 ലോക്സഭാംഗങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആ 20 ഇപ്പോൾ വളരെ വലുതാണ്. മുൻകാലങ്ങളിലെ പോലെ 40 സീറ്റുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശോ അല്ലെങ്കിൽ ബീഹാറോ ഒന്നും കോൺഗ്രസിന് വലിയ സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ല. UP ഒക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. അങ്ങനെ അത്തരം ഒരു സംസ്ഥാനങ്ങളും വലിയ സംസ്ഥാനങ്ങളിൽ എവിടെയില്ല. മഹാരാഷ്ട്രയാണ് 48 സീറ്റുള്ളത്. അവിടെയും കോൺഗ്രസിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. 26 സീറ്റുള്ള കർണാടകയിലോ അല്ലെങ്കിൽ 20 സീറ്റുള്ള കേരളത്തിലോ ഒക്കെയാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്നതൊക്കെയും. അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന്റെ ഫലമായി കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു തകർച്ചയിലേക്ക് പോകും. എന്ന് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ഒരു നാട് കൂടിയാണ് കേരളം. അപ്പോൾ കേരളത്തിന് കോൺഗ്രസ്സുകാരോട് കോൺഗ്രസിന്റെ അധ്യക്ഷയും ഒരു തീരുമാനമെടുക്കുമ്പോൾ അക്കാര്യത്തിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ ഫലമാണ് ഇവർക്ക് ലഭിച്ച വലിയ ഭൂരിപക്ഷമൊക്കെ തന്നെ. അപ്പോൾ ആ ഭൂരിപക്ഷമൊക്കെ നൽകിയ ഒരു നാടിന്റെ വിശ്വാസത്തെ തച്ചു തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നില്ല.